ഞാനിപ്പോ എൻ്റെ ഒരു 3 സുഹൃത്തുക്കളും കൂടി നിങ്ങളെ ബുക്കുമായിട്ട് വായിക്കുന്നുണ്ട് കേട്ടാ. ഓ പിന്നെ എന്തുണ്ട് കുറേയല്ലേ വിളിക്കേ ഒന്നും അറിയാവുന്നത്. ആ ആ സുഖല്ലേ? ഓ സുഖം. എങ്ങനെയുണ്ട് അവിടെ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എനിക്ക് നല്ല സുഖമാണ്. വെച്ചാല് പിന്നെ ഉം. ഇപ്പം മറ്റേ നമ്മളെ കേജരി ഇല്ലേ, ആ കേജരി മൂത്രം ഇപ്പം നാവിന്റെ ഇതില്ലേ, നാവിന്റെ കൊടി മാത്രം ഒരു സെക്കൻഡ് ചിന്തിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കേജരി ഏത് സമയത്ത് ഉം, ഉം. നമ്മൾ അറിയാണ്ട് തന്നെ നാവ് പോയിട്ട് അവിടെ മുട്ടുന്നുണ്ട്. രണ്ടാമത് ശാംഭവി ഇങ്ങനെ അത് മുകളിലോട്ട് ചിന്തിക്കുമ്പോൾ തന്നെ 2 കണ്ണും മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഇതെല്ലാം പോയി. ആ ഒരു ബോഡി നമ്മളെ വെലിഞ്ഞു മുറുകല്ലേ, ആ, അത് പോയി അല്ലേ? അതെല്ലാം പോയിട്ട് ഇപ്പൊ തലയിൽ നല്ല സുഖമാണ്. തലേന്ന് വെച്ചാല് ഇത് ചെയ്യുന്ന സമയത്ത് തല മൊത്തത്തിൽ തണുപ്പ്, ഉം, ഉം. ചെവിയിലൂട്ടെ ഈ തണുത്ത കാറ്റ് 2 ചെവിയിലൂട്ടിയും പോകുന്നു. ഇന്നലെയും മിഞ്ഞാന്നല്ലായിട്ട് സ്കിന്നിന്റെ ഒക്കെ നിറമൊക്കെ മാറിയില്ലേ? സ്കിന്നിന്റെ ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല. വൈഫോടെ ചോദിക്കേണ്ടി വരും. പൊതുവെ ആളുകൾ തേജസ്, മുഖത്ത് തേജസ് കാണും. അതുപോലെ അത് ഉണ്ടായിട്ടല്ല, എന്നോട് സുഹൃത്തുക്കളും പറയുന്നുണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറയും. പിന്നെ അത് മാത്രമല്ല, ഞാൻ അത്യാവശ്യം കഴിക്കുന്നതെല്ലാം അതൊക്കെ ഇപ്പം വേണ്ടാന്ന് വെച്ചിട്ട് എല്ലാം മതിയാക്കി, അതെല്ലാം ഒഴിവാക്കി. അതിനും വലിയ ആ ലഹരിയല്ലേ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. അതെ 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 തീർച്ചയായിട്ടും. ഉള്ള ഉള്ളിൽ നിന്നുള്ള പിന്നെ ലഹരി അതിനോട് അതെ കിടപിടിക്കില്ലല്ലോ മറ്റൊന്നും. ഇല്ലില്ല, ഭയങ്കര സംഭവമാണ്. ഇനിയിപ്പോ വെച്ചാല് എത്ര സമയം ഇരുന്നാലും സമയം അറിയുന്നില്ല. എനിക്ക് രാവിലെ ഒരു 4 മണിക്ക് ഇരുന്നാല് ഞാൻ ഇന്നലെ ഞായറാഴ്ച 6:15 എന്നുവെച്ചാൽ അത്രത്തോളം സമയം അറിയുന്നില്ല. നമ്മൾ ഇരിക്കുന്ന മറ്റേത് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതിന്റെ ഒരു എത്ര മണിയായി എന്നുള്ളൊരു ചിന്ത അതൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് പുറത്തു വരാനാണ് ശ്രമിക്കുക. ഇവിടെ നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ലാസ്റ്റ് ഇങ്ങനെ എനിക്ക് മതിയെന്ന് തോന്നുമ്പോൾ എന്താ വെച്ചാൽ കഴുത്തിന്റെ 2 സൈഡിലേക്കും കഴുത്തിങ്ങനെ പോകും, ഞാൻ അറിയാണ്ട്. ലെഫ്റ്റ് റൈറ്റും പോവും, പിന്നെ മതിയായിക്കോളുക. മനസ്സിന് മതിയെന്ന് തോന്നുമ്പോൾ തന്നെ ആ കഴുത്ത് ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റേക്കും പോകും. ഈ നിസ്കാരത്തിനെല്ലാം കാണില്ലേ, ഈ നിസ്കരിക്കുന്ന പള്ളി അതേപോലെ 2 സൈഡിലേക്ക് കഴുത്ത് പോയിട്ട് ക്ലിയർ ആയി. പിന്നെ എനിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു കാലിന്റെ അടിഭാഗം ഭയങ്കര തരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ഷുഗറിന്റെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ തിരക്കാതെ പോകാൻ പറ്റില്ല. അപ്പം മിഞ്ഞാന്ന് രാത്രി എനിക്ക് പെട്ടെന്ന് സ്വപ്നത്തിൽ വരുന്നു മെഡിക്കൽ ചപ്പൽ അറിയാം എനിക്ക്, ഒരു നല്ല സോഫ്റ്റ് ഒരു മെഡിക്കൽ ഒരു സോഫ്റ്റ് ഈ മടമ്പ് വേനുള്ളവർക്കെല്ലാം പിന്നെ ഈ ഡോക്ടർ എഴുതി കൊടുക്കുന്ന ചപ്പലുണ്ട്. എനിക്ക് രാത്രി സ്വപ്നത്തിൽ ഈ ചപ്പൽ കാണിച്ചു തന്നു. ആകെ ഒരു 2-3 സെക്കൻഡ്. ഞാൻ എന്നിട്ട് ഈ കളർ അടക്കം കോഫി കളറാന്ന് ചെരുപ്പ് എനിക്ക് കാണിച്ചു തന്ന കളറും. ഞാൻ രാത്രി പിറ്റേന്ന് രാവിലെ എൻ്റെ ഷോപ്പിന്റെ പുറത്ത് ചെരുപ്പ് കടയുണ്ട്, ആടെ പോയി നോക്കുമ്പോൾ സെയിം സാധനം എനിക്ക് കിട്ടി. എനിക്ക് വരക്കെ സെയിം സാധനം ഈ കോഫി കളർ ഇപ്പൊ എന്റെ കാക്കിട്ടുണ്ട്. അത് മാത്രമേ വേദന കുറഞ്ഞു വരുന്നുണ്ട്. ആ ഉള്ളുന്ന ഇത് വന്ന് അതാണ് ഉള്ളുന്ന് നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ ഉള്ളുന്ന് വരികയാണ്. അത് എനിക്ക് ഭയങ്കര അതിശയിപ്പോയി എനിക്കത്. അങ്ങനെയുള്ള സിദ്ധികൾ എല്ലാവരിലും ഉണരും. ഒന്ന് ശ്രദ്ധിക്കേ വേണ്ട ഉള്ളിലേക്ക്. അതെ 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 ഭയങ്കര അത്ഭുതമായി. ഇപ്പൊ ഞാനിപ്പോ ചെരുപ്പ് ഇപ്പൊ 2-3 ദിവസമായി, പക്ഷെ എനിക്ക് വേദന കുറഞ്ഞു വേദനയില്ല, ഒരു തരിപ്പാണ് വരാൻ തുടങ്ങി. വേണമെന്നില്ല കേട്ടോ, അത് വേണം ഉപയോഗിക്കണം എന്നില്ല പറയാം. തൽക്കാലം അങ്ങനെ ഉപയോഗിച്ചാലും പിന്നീട് നമ്മൾ ചെരുപ്പ് ഇടാതെ കുറച്ച് നേരം പറ്റുമെങ്കിൽ നടക്കാൻ ശ്രമിക്കും. ഞാൻ രാവിലെ നടക്കലുണ്ട് മണ്ണിലൂടെ ചെരുപ്പിടാതെ. ഞാൻ രാവിലെ ഒരു പിന്നെ ഒരു 1.5 വെച്ചിട്ട് ഞാൻ നടക്കും. ഇപ്പൊ കാലാവസ്ഥ ഇതിലോട് ചളിയിലുള്ളോട് ഞാൻ നടക്കുന്നില്ല. അതുകൊണ്ട് 2-3 ദിവസമായി. പിന്നെ എന്നിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പൊ തന്നെ മാറി. അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ അത് മാത്രമല്ല വേറെ കാര്യം പറയട്ടെ, ഞാനിങ്ങനെ ഈ എല്ലാ ദിവസവും വൈഫിനോട് ഇത് ഒരു മാസം മുമ്പുള്ള കാര്യമാണ്. വൈഫിനോട് എല്ലാ കാര്യം ഇങ്ങനെ എന്തിട്ടെന്ന് ചോദിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതെല്ലാം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു പറഞ്ഞു എന്നോട്. ഇതിൽ ഓളും എൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 2-3 കോഴ്സെല്ലാം കഴിഞ്ഞാണ്. പിന്നെ യോഗയിൽ അത്യാവശ്യം വീടുന്നതിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ എന്നിട്ട് പ്രാണായാമം പറഞ്ഞു, നീ പ്രാണായാമം ചെയ്തോന്ന് പറഞ്ഞു. അത് നമ്മൾ സാധാരണ ഇതില്ലേ ലെഫ്റ്റ് റൈറ്റും അത് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെല്ലോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശ്വാസം പെട്ടെന്ന് പോകുന്ന പോലെയല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഗുരുവിനെ വിളിക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നീ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പം വീട്ടിലില്ല, പുറത്താവില്ലേ. എന്നിട്ട് എന്നോട് നീ നിർത്തണം. ഞാൻ അത് തുറന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളുടെ കോഴ്സിലേക്ക് മാറി. അതെ അതെ അത് ഞാൻ അങ്ങനെയാ പറഞ്ഞേ. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നീ ഒന്ന് ചെയ്തോ നിർത്തണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ
തുടങ്ങിയിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിലേക്ക് മാറ്റാം. അപ്പോഴാണ് ശരിക്കും അവർക്ക് അറിയുള്ളൂ എന്താണ് പ്രാണായാമം. അപ്പൊ ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ പിന്നെ ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് ഇരിക്കും, എന്നിട്ട് അടുക്കളയിലേക്ക് പോകും. എണീച്ചപ്പോൾ തന്നെ പല്ലെല്ലാം തേച്ചിട്ട്. പിന്നെ മറ്റേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇല്ലെങ്കിലും എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോ ഇങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ സംഭവം ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഇതുവരെ ആയിട്ട്. അങ്ങനെ പോട്ടെ, അത് ശരിയാവും. ആത്യന്തികമായിട്ട് നമ്മളുടെ ഉള്ളിലത്തെ കേടുകൾ തീരുമ്പോ പുറത്തെ കേടുകൾ പൂർണ്ണമായി തീരും. അപ്പൊ ഈ ചെയ്യുമ്പോ ഈ തല മൊത്തത്തിൽ തണുപ്പ് വരുന്നത് എന്തുകൊണ്ടാ? അത് എനർജി അവിടുന്ന് മുകളിലേക്ക് ഉയരുന്നോണ്ടാ. ഞാനിന്നലെ രാവിലെ എവിടെ നിക്കണ വെച്ചാൽ അവിടെ ചൂടാണ് ഉണ്ടാവും. അവിടുന്ന് മുകളിലേക്ക് കയറിയാൽ ആ കയറിയ ഭാഗത്ത് ചോട്ടിലുള്ള ഭാഗത്ത് തണുപ്പുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ശിരസിനും മുകളിലേക്ക് കയറുണ്ട് ഊർജം. ശിരസിന്റെ മുകളിലുണ്ട് കുറെ ചക്രങ്ങൾ. അപ്പൊ അവിടേക്ക് കയറുമ്പോ ശിരസ് തണുപ്പ് വരും. നല്ല ഇതിലേക്കാണ് പോയിക്കൊടുക്കുന്നത്. അത് സംശയമില്ല. ഇതില് പിന്നെ പുറകോട്ടില്ല. ഇതില് നമ്മളുടെ ക്രിയയില് ഒരിക്കലും നിങ്ങൾക്ക് വീഴ്ച എന്നുള്ളതില്ല. എത്രത്തോളം നിങ്ങൾ ഉപാസിക്കുന്നോ അത്രത്തോളം നിങ്ങൾ മുകളിലേക്ക് പോകുന്നല്ലാതെ താഴേക്കോട്ടില്ല. പിന്നെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ പണ്ട് ഈ ആഷിന്റെ ഈ ചക്ര ഇതെടുത്തിനെ, അപ്പൊ അവര് അതല്ല ഞാൻ ഇപ്പൊ അതല്ല ഉദാഹരണം ഒരു ചോദിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ അതിന്റെ അകത്ത് പറയുന്നത് ചക്രനെ നമ്മുടെ ഈ ലംബം മന്ത്രത്തില് മുകളിൽ കൊണ്ടുവന്നിട്ടാകുമ്പോ അത് മുകളിൽ നിർത്തിക്കാൻ പാടില്ല, താഴേലേക്ക് കൊണ്ടുവരണം എന്ന് പറയലുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ താഴേക്ക് കൊണ്ടുവരണം എന്നൊരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ല. അത് ശരി തന്നെയാണ് അവർ പറഞ്ഞത്. അത് അവരുടെ ഒരു സങ്കല്പത്തെ രീതിയിൽ അത് ചോട്ടിക്ക് കൊണ്ടുവന്നിട്ട് സെറ്റിൽ ചെയ്യിക്കണം തന്നെയാണ്. നമ്മളതില് അത് തനിയെ നടക്കും. നമ്മളത് അറിയേണ്ട, ബോധപൂർവം ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ക്രിയേറ്റ് അത് ഉയരും, അതുവരെയുള്ള ക്ലീൻസിങ് ആവും. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റൂട്ട് കൂടെ തന്നെ താഴേക്ക് വരും. അവിടെ വന്ന് അവിടെ ശാന്തമാവും. അതൊരു സംശയമായിരുന്നു. ഭയപ്പെടുന്നു. തുറന്ന് വരികയാണുള്ളതിലാണ് നമ്മളുടെ ഭാഗ്യമായിരിക്കുന്നത്. ഞാൻ ഇതുവരെ നിർത്തിയില്ല, ഒരു ദിവസം പോലും ഞാൻ നിർത്തിയില്ല. ഞാൻ ഓരോ ദിവസവും ഒരു 5 അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടുക, അല്ലാണ്ട് ഞാൻ കുറയുന്ന പരിപാടിയില്ല. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോയിന് രാവിലെ. അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രത്തിന്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്നൊരു ഇത് വഴിപാടിന്റെ ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, മറ്റേ പുഷ്പാഞ്ജലി. അപ്പോൾ ഇന്നലെ തിരക്കുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അയാൾ എന്നിട്ട് നമ്പൂരി ഈ ലിസ്റ്റുമായിട്ട് അകത്തേക്ക് നടയടച്ചിന്. അപ്പോൾ നടയുടെ മുന്നേ ഞാൻ ഉണ്ടായിന്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ കണ്ണടച്ചിട്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ഞിന്റെ മുകളിൽ നിന്ന് ഇതില്ലേ നമ്മുടെ ചക്രസിലെ ആടുന്ന് ഒരു ചെറിയൊരു ഗോളം പോലെ ഒറ്റ കയറിൽ മുകളിലോട്ടേക്ക് എൻ്റെ തല നേരെ മുകളിലേക്ക് പോയി, കണ്ണു മുകളിലേക്ക് പോയി. പക്ഷെ ഞാൻ വൈഫൈ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അങ്ങനെ 2 മിനിറ്റ് അവിടെ തന്നെ നിന്നു. അയാൾ നട തുറക്കുമ്പോൾ സംഭവം ശരിയായിന്. എനിക്ക് എന്താണെന്നറിയില്ല, എന്താ സംഭവം എനിക്കൊരു പുറത്തും കിട്ടിയില്ല. വിശുദ്ധി അല്ല, സോറി, അനാഹത ചക്രം തുറന്നാണ്. അതാണല്ലോ വിഷ്ണു ഗ്രന്ഥി എന്ന് പറയില്ലേ. അത് ശരി. അപ്പൊ വിഷ്ണു ഗ്രന്ഥി തൊട്ട് താഴെ ഉണ്ട്. അവിടുന്ന് അത് തുറന്നിട്ട് മുകളിലേക്ക് കയറിയതാണ് ഊർജ്ജം. അതൊന്നും വിഷമിക്കണ്ട. അതിപ്പോ ഓരോരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഈ അനുഭവം ഉണ്ടാവും. ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? നന്നായി. അപ്പൊ നിങ്ങള് അനാഹതം മുകളിലേക്ക് അനാഹതം കൂടി നന്നായി തുറന്നു എന്നുള്ളതാണ്. കൂടുതൽ തുറന്നിട്ടുണ്ട്. അതാണ് ആ ഒരു ഊർജത്തിന്റെ ഗോളം. ചെറിയൊരു ഒരു ബലൂൺ പോലെ തോന്നിയത്. അതൊന്ന് മുകളിലേക്ക് കയറുന്നു പറഞ്ഞാൽ ഇവിടെ തുറക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ആയിക്കോട്ടെ. ഓക്കെ, എല്ലാ ഭാഗ്യങ്ങളും വേഗം കിട്ടട്ടെ. ആയിക്കോട്ടെ, ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം.
ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.